ഞങ്ങളെ ബൈ എത്ര കാലമുള്ള പഴക്കമുള്ള പയ്യായിരുന്നു. എത്രയോ ആൾക്കാർ രാവിലെ പന്നാർപ്പുറത്ത് കയറുന്ന ബന്ധ. പയ്യോളി പെരുമാൾപുരം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ നിന്ന് മണ്ണൊഴുകി വഴി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആളുകൾ കടന്നു പോകുന്ന ഭീകരമായ കാഴ്ചയൊന്ന് ആദ്യം കാണിക്കാം. ഈ വഴി കൊണ്ട് ആൾക്കാർക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരാൻ വേണ്ടി പെട്ടെന്ന് അതിന് വേണ്ടി സംവിധാനം ചെയ്യും. ദേശീയപാത അധികാരികളുടെ പിടിവാശിയിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടും ഫണ്ട് അനുവദിക്കാത്തതിൽ ജീവന ഭീഷണിയോടെ കഴിയുകയാണ് പയ്യോളി പെരുമാൾപുരത്ത് ഒരു കുടുംബം. ഇതേ തുടർന്ന് പെരുമാൾപുരത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നടന്നു പോകാനുള്ള വഴിയും പൂർണ്ണമായി തടസ്സപ്പെട്ടു. മഴയിൽ റോഡിൽ നിന്ന് മണ്ണൊലിച്ച് വഴി തടസ്സപ്പെടുകയും പെരുമാൾപുരത്തെ അമ്പാടി രവിയുടെ വീട്ടിലേക്ക് മണ്ണും ചെളിയും ഒഴുകിയതോടെ വീട്ടിലെ വാഹനങ്ങളും ചെളിയിൽ താഴ്ന്നു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്പാടി രവി തന്നെ നമ്മോട് പങ്കുവെക്കുന്നു. ഈ നാഷണൽ ഹൈവേ പ്രശ്നം തുടക്കത്തിൽ തന്നെ എൻ്റെ വീടിന് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു വിലയിട്ട് ഒരു 32 ലക്ഷം രൂപ വിലയിട്ടാണ്. അന്ന് അളവിൽ വ്യത്യാസം കണ്ടിട്ട് ഞാൻ ഈ അളവ് ചൂണ്ടിക്കാട്ടി റീവാലുവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ അടുത്ത് പോയി. അന്ന് ഒരു റീവാലുവേഷൻ ചെയ്ത് വലിയൊരു പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് തരാൻ പറ്റില്ല, നഷ്ടപ്പെട്ട് മുറിഞ്ഞു പോകുന്ന ഭാഗത്തിന് പൈസ തരാൻ പറ്റുന്നു. അക്കാലത്ത് എല്ലാവർക്കും ഫുള്ളായിട്ട് പൈസ കൊടുത്തി, പാർസലായിട്ട് പോകുന്ന തൊട്ട് പോകുന്ന ബിൽഡിങ്ങിനടക്കം ഫുള്ളായിട്ട് പൈസ കൊടുത്ത കാലത്ത് വമ്പൻ അഴിമതിയുടെ പേരിൽ എൻ്റെ ഫണ്ട് തടഞ്ഞു വെക്കുകയും ഞാൻ കോടതിയിൽ പോവുകയും ചെയ്തു. ആ കോടതിയിൽ 4 വർഷം ഞാൻ കേസ് നടത്തി. എനിക്ക് അനുകൂല വിധി വന്നു. വിധിക്കെതിരെ നാഷണൽ ഹൈവേ കോടതിയിൽ പോയി, അവർ അപ്പീൽ തള്ളിപ്പോയി. വീണ്ടും എനിക്ക് ആർബിട്രേഷനിൽ പോയി തീർപ്പാക്കേണ്ടി കോടതി ഉത്തരവ് കിട്ടി. ആർബിട്രേഷൻ കഴിഞ്ഞ ജൂലൈ മാസം ഫണ്ട് റെഡിയാക്കി എനിക്ക് അനുകൂലം വിധി വന്ന് എല്ലാം റെഡിയായതാണ്. അത് പിന്നെ ആ ഫണ്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അയക്കുകയും നാഷണൽ ഹൈവേ ഭീമമായ പൈസ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെച്ച് വേറെ പുതിയൊരു മെത്തേഡിൽ പ്ലിന്റ് ഏരിയ ഒഴിവാക്കി ഡീറ്റെയിൽ വാല്യുവേഷനിൽ ഇപ്പം എല്ലാം കൊടുക്കുന്ന പ്ലിന്റ് ഏരിയ കോടതി വിധിയുണ്ട്, പ്ലിന്റ് ഏരിയ വാല്യുവേഷൻ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല. അതുപോലും എനിക്ക് തടസ്സപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽ വാല്യുവേഷൻ എടുത്ത് അതുകൂടി ഇപ്പം അനുവദിച്ച് കിട്ടുന്നില്ല. കഴിഞ്ഞ ജൂലൈ മാസം എനിക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. ഇപ്പം നാഷണൽ ഹൈവേയിൽ ഞാൻ ഇന്നലെ ഈ പ്രശ്നം കൊണ്ട് ഈ ഭീകരമായി ഈ മണ്ണിടിച്ച് വന്ന് എൻ്റെ വീടിനോട് താമസിക്കാൻ ഒരു ഇതില്ല. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വളരെ പൊള്ളയാണ്. ഈ രാത്രി കാലങ്ങളിൽ വന്ന് അവരെ പണിയെടുക്കുക. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഇവിടുന്ന് ഇതാക്കേണ്ടിയിട്ട് ഒരു രാത്രി പണിയെടുക്കുക. ഒന്നും പ്രഷർ ചെയ്യാണ്ട് വൈബ്രേഷൻ ഇല്ലാണ്ട് അപ്പാട് നിങ്ങൾ കണ്ടാൽ ഇത് പൊളിച്ചു പോയാൽ അറിയാം. ഈ ഓല സ്ലാബിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പാട് മണ്ണ് വെറും കുഴി മണല്ല അവർ ഇതുണ്ടാക്കി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പം ഞാൻ ഈ ധനിയാസ് അറിയാതെ ഡെപ്യൂട്ടി കളക്ടർ 2 ദിവസം കൊണ്ട് നിങ്ങളെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ 2 ദിവസം ഞാൻ കാത്തു നിൽക്കുകയാണ്. ആ 2 ദിവസം ഞാൻ ജനകീയമായിട്ട് നാട്ടുകാരെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോകും. ഇടിഞ്ഞു പൊളിഞ്ഞ് റോഡ് നടന്നു പോകാത്ത സിറ്റുവേഷനുള്ള മറ്റേ സ്കൂട്ടി കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്നില്ല, സ്കൂൾ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം അണ്ടർപാസ് പോകണമെങ്കിലും ഈ സർവീസ് റോഡ് റെഡി ആയാലേ പോകാൻ പറ്റും. അതുപോലെ തിക്കോടി പഞ്ചായത്ത് ഒരു ചുറ്റി ഒടിച്ചു വേണ്ടി വരും. സ്കൂട്ടി പോകുന്നവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. പോകാൻ വരാനുള്ള ഭയങ്കര പാടാണ്. അപ്പുറത്തൂടെ വന്നിട്ട് അവിടെ റോഡുണ്ട്, ഇനി അതിലേ പോകണം ആൾക്കാർ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ഒരുപാട് പിള്ളേർ പോകുന്ന വഴിയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാർ, അവർക്കൊരു പെട്ടെന്നുള്ള വഴിയായിരുന്നു, അതില്ലാണ്ടായി.